ഇന്ത്യൻ മധ്യവർഗം സാമ്പത്തിക തകർച്ചയിലേക്ക് നീങ്ങുകയാണോ? പ്രതിസന്ധിയുടെ തീവ്രതയെക്കുറിച്ച് വിദഗ്ധർക്കിടയിൽ ഭിന്നതയുണ്ടെങ്കിലും മധ്യവർഗം കടക്കണിയിൽ അകപ്പെടുകയാണെന്നതിൽ എല്ലാവരും ഒരുപോലെ യോജിക്കുന്നു. കോവിഡിന് ശേഷം ഇന്ത്യയിലെ കുടുംബങ്ങളുടെ ആകെ കടത്തിൽ വർധനയുണ്ടായിട്ടുണ്ട്. ഉയർന്ന ചികിത്സാ ചെലവുകൾ, വാടക, അവശ്യ സാധനങ്ങളുടെയും മറ്റുൽപ്പന്നങ്ങളുടെയും വിലക്കയറ്റം എന്നിവയ്ക്കൊപ്പം വരുമാനവും സമ്പാദ്യവും കുറഞ്ഞതാണ് കാരണം. ചെലവുകൾ കൂടുന്നതിനനുസരിച്ച് വരുമാനത്തിൽ വർധനമുണ്ടാകുന്നില്ല. അടുത്തിടെ നടത്തിയ ഒരു സർവേ പ്രകാരം 5 ഇന്ത്യക്കാരിൽ 4 പേർക്കും ഇപ്പോഴുള്ള വരുമാനം നിലച്ചാൽ കയ്യിൽ പണമൊന്നും മിച്ചമുണ്ടാകില്ല. പെൻഷനോ സമ്പാദ്യമോ ഇല്ലാതെ പലരും വിരമിക്കും. അതേസമയം ചെലവുകൾ കുതിച്ചുയരുകയും ചെയ്യും. നിലവിലെ പണപ്പെരുപ്പ നിരക്കിൽ ഒരു പതിറ്റാണ്ടിനുള്ളിൽ ചെലവുകൾ ഇരട്ടിയാകും. ചികിത്സാ ചെലവുകൾ അതിവേഗം കൂടിക്കൊണ്ടിരിക്കുന്നു. മധ്യവർഗത്തിന്റെ ഭാവി അപകടത്തിലാണെന്ന് സാമ്പത്തിക വിദഗ്ധർ അടിവരയിടുന്നു. ഗാർഹിക സമ്പാദ്യം 50 വർഷത്തെ ഏറ്റവും താഴ്ന്ന നിലയിലാണെന്നും കടം ആഗോളതലത്തിൽ ഏറ്റവും ഉയർന്ന നിലയിലാണെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. 30കളിലും 40കളിലും എത്തിയവർ അവരുടെ വരുമാനം കുറവാണെങ്കിലും ഇലക്ട്രോണിക്സ്, കാർ, അവധിക്കാല യാത്രകൾ എന്നിവയ്ക്കായി ഏറെ പണം ചെലവഴിക്കുന്ന കാഴ്ച സാധാരണമായി കഴിഞ്ഞുവെന്നും പഠനങ്ങൾ വ്യക്തമാക്കുന്നു.